നമസ്കാരം. പ്രധാന വാർത്തകൾ. മലപ്പുറം ജില്ലയിലെ മലമ്പനി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ കലക്ടർ ബി.ആർ. വിനോദ്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ നിർദ്ദേശം നൽകിയതായും ജില്ലാ കലക്ടർ. മഴക്കെടുതി. പട്ടാമ്പി മണ്ഡലത്തിൽ എം.എൽ.എയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. പാതയോരങ്ങളിൽ അപകട ഭീഷണിയുള്ള മരങ്ങൾ അടിയന്തരമായി മുറിച്ചുമാറ്റാൻ തീരുമാനം. മഴ തുടർന്നാൽ കുലുക്കല്ലൂരിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കേണ്ടി വരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. ഒറ്റപ്പാലത്ത് 3 വീടുകളിൽ വെള്ളം കയറി. മഴയിൽ മണ്ണാർക്കാട് മേഖലയിൽ 4ഇടത്ത് വാഹനാപകടം. നട്ടമലയിൽ ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ആര്യമ്പാവിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. ചെർപ്പളശ്ശേരിയിൽ ഗതാഗതക്കുരുക്ക് വർദ്ധിക്കുമ്പോഴും അനധികൃത പാർക്കിംഗ് തടയാൻ നടപടിയില്ല. റോഡേത് പാർക്കിംഗ് ഏത് എന്നറിയാത്ത അവസ്ഥയിൽ നഗരം. നോ പാർക്കിംഗ് ബോർഡുകൾ നോക്കുകുത്തി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ച കോൺഗ്രസ് പ്രവർത്തകർ. 1ാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ പരിപാടികളും കാരുണ്യ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മലപ്പുറം ജില്ലയിൽ മലമ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ജില്ലാ കലക്ടർ ബി.ആർ. വിനോദ് പറഞ്ഞു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴക്കെടുതി നേരിടാൻ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ജില്ലാ കലക്ടർ പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ 3 മലമ്പനി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 350 പേരുടെ രക്തസാമ്പിളുകൾ പരിശോധിച്ചു. ആരംഭഘട്ടത്തിൽ കണ്ടെത്തിയതിനാൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ജില്ലാ കളക്ടർ ബി.ആർ. വിനോദ് പറഞ്ഞു. അങ്ങനെ മലമ്പനിയുടെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. നമ്മളത് ആരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഏത് വാർഡിൽ നിന്നാണ് ഇത് കണ്ടെത്തി. അതിനുശേഷം 317ഓളം പേരുടെ സാമ്പിൾസ് എടുത്തതിലും ഒരെണ്ണം പോസിറ്റീവാണെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. വന്നവരുടെ ഇതര സംസ്ഥാന തൊഴിലാളിയല്ല നമ്മളിപ്പം കണ്ടെത്തി. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഈ സാമ്പിൾസിൻ്റെ റിസൾട്ട് കൂടെ കിട്ടിയ ശേഷം വിശദമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. ജില്ലയിൽ മഴക്കെടുതി നേരിടാൻ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള മലയോര മേഖലകളിലെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. നിലമ്പൂരിൽ വന്ന് ഒരു പരാതി വന്നിരുന്നു ആദിവാസികളുടെ ഭാഗത്ത്. അവരെ ക്യാമ്പിലേക്ക് മാറ്റുന്നതിന് വേണ്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പം വില്ലേജ് ഓഫീസറും തഹസിൽദാരും സ്ഥലത്ത് പോയിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മുടെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നല്ല മഴയുണ്ട് ജില്ലയിൽ. ആ സമയത്ത് കുറച്ച് പേരെ കുടുംബങ്ങളെ അവർ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് മാറി ബന്ധുക്കളുടെ വീട്ടിലാണ് താമസിച്ചത്. ഇതുവരെ നമ്മൾ ജില്ലയിൽ ക്യാമ്പുകൾ തുറന്നിട്ടില്ല. പക്ഷേ നമ്മുടെ ജില്ലയിൽ നാശനഷ്ടം നോക്കുകയാണെങ്കിൽ 46 വീടുകൾ ഭാഗികമായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള മഴയിൽ നഷ്ടപ്പെട്ടു. അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട വീടുകളില്ല. മണ്ണിടിച്ചിൽ ചില ഭാഗത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ വീടുകളോട് ചേർന്ന് കട്ട് ചെയ്ത് നിർത്തിയിരുന്ന പോർഷനൊക്കെ മണ്ണിടിഞ്ഞ് വീടിനോടടുത്ത് വന്നതും ഉള്ള ചില കുറച്ച് എക്സാമ്പിൾസ് വന്നിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ആ വീടുകളിൽ നിന്നുള്ളവരെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഈ ആദിവാസികളുടെ കാര്യത്തിലാണ്. അവിടെ ഇപ്പം വില്ലേജ് ഓഫീസറും തഹസിൽദാരും പോയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് റിപ്പോർട്ട് കിട്ടി അത് ചെയ്യാം. അവരെ മാറ്റി താമസിപ്പിക്കാൻ വേണ്ടി ഉടനെ നടപടിയെടുക്കാം. ക്യാമ്പുകളിലേക്ക് മാറ്റാം. അവരുടെ എന്താണ് സിറ്റുവേഷൻ, അത് കെട്ടുന്നത് പ്രായോഗികമാണോ അല്ലെങ്കിൽ മാറ്റി താമസിപ്പിക്കുന്നതാണോ, അക്കാര്യത്തിൽ തീരുമാനമെടുക്കാം. പാതയോരങ്ങളിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചുമാറ്റാൻ പട്ടാമ്പിയിൽ എം.എൽ.എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിലെ നടപടികൾ ചർച്ച ചെയ്യാനാണ് യോഗം ചേർന്നത്. മഴ തുടർന്നാൽ അടുത്ത ദിവസം തന്നെ കുലുക്കല്ലൂരിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കേണ്ടി വരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് യോഗത്തിൽ പറഞ്ഞു. പട്ടാമ്പി മണ്ഡലത്തിൽ പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ടായിരുന്നു മുഹമ്മദ് മൂസിൻ എം.എൽ.എയുടെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നത്. ഓരോ പഞ്ചായത്തുകളിലും സ്വീകരിച്ചു വരുന്ന നടപടികളെക്കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ വിശദീകരിച്ചു. പൊതുയിടങ്ങളിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചുമാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ തന്നെയായിരുന്നു ജനപ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചത്. ഇവരുടെ ഭാഗത്ത് നിന്ന് 6 മരങ്ങൾ വളരെ അടിയന്തരമായി വെട്ടിമാറ്റേണ്ടതുണ്ട്. അതിൽ തന്നെ KSEB ഉൾപ്പെടെ പരാതി എന്നുള്ള അമ്പലനട ചെക്ക് പോസ്റ്റ് മൂച്ചിത്തറ ഭാഗത്തുള്ള വലിയ ഭീഷണി, അത് പൊട്ടി വീണാൽ പിന്നെ KSEBക്ക് വലിയ സാമ്പത്തിക നഷ്ടവും വലിയ അപകടമൊക്കെ വരും. അതുപോലെ തന്നെയാണ് പിന്നെ വേറെ 3 സ്ഥലത്തിൽ ഒന്ന് ഇങ്ങോട്ടൊരു കാളഞ്ചിറ അങ്കനവാടിയുടെ ഭാഗത്ത് പീഠക്കുഴി റോഡിലൊരു മരം, അങ്കനവാടിയും കടകളും പിന്നെ ബസ് സ്റ്റോപ്പ് എല്ലാം കൂടിയ സ്ഥലം. അപ്പോൾ വലിയ ഭീഷണിയാണ്. കാരണം 6 മരങ്ങൾ പീഠക്കുഴിയുടെ ഭാഗത്ത് വളരെ അടിയന്തരമായി വെട്ടി മാറ്റേണ്ട ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. മഴ തുടർന്നാൽ അടുത്ത ദിവസം തന്നെ കുലുക്കലൂരിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കേണ്ടി വരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി യോഗത്തിൽ അറിയിച്ചു. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചു മാറ്റാൻ ആവശ്യമായ നടപടികൾ വേണമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ക്യാമ്പ് തുറക്കേണ്ട അവസ്ഥ ഉണ്ടാവും. തീർച്ചയായിട്ടും ഇന്നലെ രാത്രി മഴ നിന്ന് കഴിഞ്ഞാൽ രാവിലെ ഏകദേശം ഒരു 45ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു അവസ്ഥ വരും. അതോടൊപ്പം തന്നെ പറയാനുള്ളൊരു വിഷയം, നമുക്ക് PWD റോഡിലൊക്കെ നിൽക്കുന്ന മരങ്ങളാണെങ്കിൽ
അത് മുറിച്ചു മാറ്റാനുള്ള ഒരു സാങ്കേതിക ബുദ്ധിമുട്ട് പഞ്ചായത്തിനുണ്ട്. പഞ്ചായത്തിൽ വരുന്ന പരാതികളും അതേപോലെ പഞ്ചായത്ത് റോഡിലുള്ള മരങ്ങളൊക്കെ തന്നെ ഞങ്ങൾ പഞ്ചായത്ത് തീരുമാനം എടുത്തുകൊണ്ട് മുറിച്ചു മാറ്റുന്നുണ്ട്. കൊപ്പം ഗ്രീൻ വാലി പ്രദേശത്തെ കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ ഭീതിയിലാണെന്നും ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്നും കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ സൂചിപ്പിച്ചു. 17 വാർഡ്, പിന്നെ അതുപോലെ കറുതലക്കുന്ന് 6 വാർഡിന്റെ 8 വാർഡിന്റെ പ്രദേശം. ഈ പ്രദേശത്താണ് നമ്മൾ മണ്ണിടിച്ചിൽ ഭീഷണി സാധാരണ ഉണ്ടാവാറ്. മഴ കണക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഏർപ്പാടുകൾ ഞങ്ങൾ അവിടെ സംയുക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ആരോഗ്യ സമിതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയൊരു ഭീഷണി നേരിട്ട ഒരു 4 കുടുംബങ്ങളുണ്ട്. ഇവിടെ പുലാശ്ശേരി ഗ്രീൻവാലി പ്രദേശം, അവര് വലിയ ഭീഷണി, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിൽ മണ്ണിടിഞ്ഞ് ഒരു 50 അടിയിലൊക്കെ കാഴ്ചയുള്ള പ്രദേശമാണ്. അപ്പോൾ അവിടെ അനന്തരമായ നടപടി എടുത്തില്ലെങ്കിൽ വലിയ ഭീഷണിയിലേക്കാണ് നമ്മൾ പോകുന്നത്. വിളയൂർ ഗവൺമെന്റ് UP സ്കൂളിന് മുന്നിലെ അപകടങ്ങൾക്ക് പരിഹാരം കാണണമെന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളായിരുന്നു വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ ആവശ്യപ്പെട്ടത്. പാലത്തിന്റെ അടുത്ത് വലിയൊരു ഹോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് PWD ഞങ്ങള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആ ഒരു ഹോൾ ഇതുവരെ അടയ്ക്കാനൊരു ഏർപ്പാട് ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ 1-2 കുറച്ച് കോഴി വേസ്റ്റ് ഒക്കെ അവിടെ കൊണ്ടുപോയിട്ട്, പക്ഷെ അത് പോരാ. അതേപോലെ തന്നെ ഹൈസ്കൂളിന്റെ മുന്നിൽ, വിളയൂർ ഹൈസ്കൂളിന്റെ മുന്നില് വലിയൊരു മരം നിൽക്കുന്നുണ്ട്, ചീനിമരം. അപ്പൊ കഴിഞ്ഞ താലൂക്ക് സമിതിയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചീനിമരം വീണ് കഴിഞ്ഞാല് വലിയ പ്രയാസമാണ് സ്കൂൾ കുട്ടികളും, പിന്നെ അതിന്റെ പുറത്ത് കൂടെ കുറെ ലൈനും ഇലക്ട്രിക് ലൈനൊക്കെ പോകുന്നുണ്ട്. പാതയോരങ്ങളിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചു മാറ്റാൻ യോഗത്തിൽ ധാരണയായി. ജില്ലാ കളക്ടറുമായി ഞാൻ സംസാരിച്ചിരുന്നു. അടിയന്തരമായി മരം മുറിച്ചു മാറ്റാൻ, ഏറ്റവും അടിയന്തരമായി മുറിച്ചു മാറ്റേണ്ട മരങ്ങൾ ട്രീ കമ്മിറ്റി കൂടി പഞ്ചായത്തിന് സ്പെഷ്യൽ പ്രൊവിഷൻ ഫണ്ട് വെച്ചുകൊണ്ട് മുറിച്ചു മാറ്റാം. അതിന്റെ പുറമെ ജില്ലയിൽ DDMA കീഴിൽ വളരെ കുറച്ച് ഫണ്ടേ ഉള്ളൂ, അതിലും കുറിച്ച് മാറ്റാൻ പറ്റും. പക്ഷെ അതിന് പരിമിതിയുണ്ട്. ആ ഫണ്ട് കിട്ടാനുള്ള സമയവും വളരെ കുറഞ്ഞ ഫണ്ടുള്ളൂ. അപ്പൊ പഞ്ചായത്ത് തലത്തിൽ തന്നെ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് വളരെ വേഗത്തിൽ മരം മുറിച്ചു മാറ്റാൻ പറ്റും. ട്രീ കമ്മിറ്റി കൂടിയിട്ട് അത് തീരുമാനിക്കാം. ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കൂടിയ മീറ്റിംഗിന്റെ മിനിറ്റ്സ് ഉണ്ട്. പിന്നെ പഞ്ചായത്ത് രാജ് വെച്ചുകൊണ്ട് അതിന് ഫോറസ്റ്റിൽ നിന്ന് അനുമതി കിട്ടാനും വാല്യുവേഷനും വേണ്ടി കാത്തു നിൽക്കണ്ട. ഏറ്റവും അപകടമായിട്ടുള്ളത് ഈ പഞ്ചായത്ത് രാജ് ആക്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ കുറിക്കാം. ഡെപ്യൂട്ടി കളക്ടർ P ജയകുമാർ, തഹസിൽദാർ ബിന്ദു, നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രതി ഗോപാലകൃഷ്ണൻ, മുതുതല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C മുകേഷ്, തിരുവേഗപ്പുറ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ M രാധാകൃഷ്ണൻ, മറ്റ് ജനപ്രതിനിധികൾ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, വില്ലേജ് ഓഫീസർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ശക്തമായ മഴയിൽ ഒറ്റപ്പാലം 19-ാം മൈലിൽ 3 വീടുകളിൽ വെള്ളം കയറി. ജൂബിലി റോഡിലെ വീടുകളിലാണ് സമീപത്തെ കുളം നിറഞ്ഞ് വെള്ളം കയറിയത്. 19-ാം മൈൽ ജൂബിലി റോഡിൽ വീട്ടിലകത്തെ അനസിന്റെയും മറ്റ് 2 വീടുകളിലേക്കുമാണ് വെള്ളം കയറിയത്. അനസിന്റെ വീടിനകത്ത് വരെ വെള്ളം കയറി താമസിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. വീടിന് ചുറ്റും മുട്ടപ്പം വെള്ളം കെട്ടി നിൽക്കുകയാണ്. സമീപത്തെ മറ്റ് 2 വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. മുറ്റത്താണ് വെള്ളം കെട്ടി നിൽക്കുന്നതെങ്കിലും വീടിനകത്തേക്ക് കയറുമോ എന്ന ആശങ്കയുണ്ട്. വീടുകൾക്ക് സമീപത്തെ കുളം ശക്തമായ മഴയിൽ നിറഞ്ഞതോടെയാണ് വീടുകളിലേക്ക് വെള്ളം കയറിയത്. കുളം നിറഞ്ഞാൽ ഒഴുകിപ്പോകാനുള്ള ചാൽ സമീപവാസി അടച്ചതാണ് വെള്ളം കയറാൻ കാരണമെന്നാണ് വീട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ വർഷവും ഇതേ പ്രശ്നം ഉയർന്നപ്പോൾ വീട്ടുകാർ നഗരസഭയിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരുന്നില്ല. ഇത്തവണയും വെള്ളം കയറി മാറി താമസിക്കേണ്ട സ്ഥിതി വന്നതോടെ പ്രതിഷേധമുയർന്നിരുന്നു. ഇതോടെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം സ്ഥലത്തെത്തിയ നഗരസഭാ അധികൃതർ പോലീസിന്റെ സഹായത്തോടെ വെള്ളം ഒഴുക്കിവിടാനുള്ള നടപടി തുടങ്ങി. മഴയിൽ മണ്ണാർക്കാട് മേഖലയിൽ 4ഇടത്ത് വാഹനാപകടം, നിസ്സാര പരിക്കുകളോടെ യാത്രക്കാർ രക്ഷപ്പെട്ടു. പാലക്കാട് കോഴിക്കോട് ദേശീയപാത നൊട്ടമലയിൽ വ്യാഴാഴ്ച പുലർച്ചെ ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഡ്രൈവർമാർക്ക് നിസ്സാര പരിക്കേറ്റു. കൊറ്റിയോട് വളവിൽ പിക്കപ്പ് വാൻ മറിഞ്ഞു. ആർക്കും പരിക്കില്ല. കോട്ടപ്പാടം ആര്യമ്പാവ് റോഡിൽ ബുധനാഴ്ച രാത്രി ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 യുവാക്കൾക്ക് പരിക്കേറ്റു. ഇവരെ വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ടിപ്പു സുൽത്താൻ റോഡിൽ പള്ളിക്കുറുപ്പ് കയറ്റത്തിൽ കാർ ഓടയിലേക്ക് മറിഞ്ഞു. യാത്രക്കാരായ 3 പേർക്ക് നിസാര പരിക്കേറ്റു. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ വള്ളൂർ 2-ാം മൈൽസിൽ മരം റോഡിലേക്ക് വീണ അപകടം. ആളപായമില്ല. ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. വ്യാഴാഴ്ച രാവിലെ 11:30 മണിയോടെയായിരുന്നു സംഭവം. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ വള്ളൂർ 2-ാം മൈൽസിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ വളപ്പിൽ നിന്നിരുന്ന ചീനിമരമാണ് റോഡിലേക്ക് പൊട്ടി വീണത്.
ഈ സമയം റോഡിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. മരം റോഡിനു കുറുകെ വീണതോടെ പാതയിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. തുടർന്ന് നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി മരം മുറിച്ചു മാറ്റുകയായിരുന്നു. വൈദ്യുതി പോസ്റ്റും തകർന്നിട്ടുണ്ട്. ഏറെ നാളായി അപകട ഭീഷണി ഉയർത്തുന്ന മരം വെട്ടിമാറ്റണമെന്ന ആവശ്യം ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ആരും നടപടി സ്വീകരിച്ചിരുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. മുഹമ്മദ് മൂസിൻ MLA ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തിയിരുന്നു. ഇത്തരത്തിൽ ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ വെട്ടിമാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും MLA പറഞ്ഞു. 2-ാം മൈൽസിലെ ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ മരമാണ് ഇപ്പോൾ റോഡിലേക്ക് വീണത്. വലിയ ഹെവി മരമാണ്. പോസ്റ്റ് അടക്കം അതിൻ്റെ ഭാഗമായിട്ട് വീണു. പ്രൈവറ്റ് വ്യക്തിയുടെ അകത്തുള്ള മരമാണ്. അത് തലനാരിഴക്കാണ് ആളുകളൊക്കെ രക്ഷപ്പെട്ടത്. ആരുടെയും മുകളിലേക്കോ വാഹനങ്ങളിലേക്കോ വീണില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഫയർ, പോലീസ്, KSEB ഒക്കെ തന്നെ സമയബന്ധിതമായി വന്ന് ഇതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തു. ഇതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും ഇതുപോലെ മരം മുറിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ചെർപ്പളശ്ശേരിയിൽ ഗതാഗതക്കുരുക്ക് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും നഗരവീഥികളിലെ അനധികൃത പാർക്കിംഗ് മാറ്റമില്ലാതെ തുടരുകയാണ്. പലയിടങ്ങളിലും പോലീസ് സ്ഥാപിച്ച നോ പാർക്കിംഗ് ബോർഡുകളും നോക്കുകുത്തിയാവുകയാണ്. ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുകയാണ് നാളുകളായി ചെർപ്പളശ്ശേരി ടൗൺ. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഗതാഗതക്കുരുക്ക് ഓരോ ദിവസവും വർദ്ധിക്കുകയല്ലാതെ യാതൊരു മാറ്റവും ചെർപ്പളശ്ശേരിയിലില്ല. അയ്യപ്പൻകാവ് മുതൽ ആരംഭിക്കുന്ന ഗതാഗതക്കുരുക്ക് പലപ്പോഴും കച്ചേരിക്കുന്നുവരെ നീളാറുണ്ട്. നഗരവീഥികളിലെ ഇടം വലം നോക്കാതെയുള്ള പാർക്കിംഗ് ആണ് പ്രധാനമായും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നത്. പലയിടങ്ങളിലും പോലീസ് സ്ഥാപിച്ച നോ പാർക്കിംഗ് ബോർഡുകളും മറികടന്നാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഷോപ്പിങ്ങിനെത്തുന്നവർ റോഡിൽ തന്നെ വാഹനം പാർക്ക് ചെയ്തു പോകുന്നതും സ്ഥിരം കാഴ്ചയാണ്. നഗര നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി റോഡിന്റെ വീതി കൂട്ടിയിട്ടുണ്ടെങ്കിലും വാഹനങ്ങൾ എവിടെ പാർക്ക് ചെയ്യണമെന്നത് സംബന്ധിച്ച് യാതൊരു ക്രമീകരണവുമില്ല. വീതി കൂട്ടിയ ഭാഗങ്ങളിലെല്ലാം ഇപ്പോൾ വാഹനങ്ങൾ നിറയുകയാണ്. മഴ പെയ്ത് റോഡിന്റെ വശങ്ങളെല്ലാം ചളിക്കുളങ്ങളായതോടെ ഓട്ടോറിക്ഷകളും പാർക്കിങ്ങിന് ബുദ്ധിമുട്ടുകയാണ്. കാൽനടയാത്രയും നഗരത്തിൽ ദുസ്സഹമായിട്ടുണ്ട്. സ്ഥലമില്ലാത്തതല്ല ഇപ്പോൾ നഗരം നേരിടുന്ന പ്രശ്നം. തോന്നിയ പോലത്തെ പാർക്കിങ്ങും ഇതാരും ചോദ്യം ചെയ്യാനില്ലാത്തതുമാണ്. അനധികൃത പാർക്കിംഗ് നിയന്ത്രിച്ചാൽ തന്നെ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയും. എന്നാൽ ഇതിന് മുൻകൈയെടുക്കാൻ ബന്ധപ്പെട്ടവർ മുതിരാത്തതാണ് ദുരിതം ഇരട്ടിയാക്കുന്നത്. മഞ്ചേരി പയ്യനാട് ക്രഷറിലെ വെള്ളത്തിൽ മുങ്ങി മരിച്ച ഒഡീഷ സ്വദേശിയായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. പെരിന്തൽമണ്ണ, മലപ്പുറം, മഞ്ചേരി നിലയങ്ങളിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേനയാണ് മൃതദേഹം പുറത്തെടുത്തത്. ബുധനാഴ്ച വൈകിട്ട് ക്രഷറിൽ കുളിക്കാൻ ഇറങ്ങി അപകടത്തിൽപ്പെട്ട 3 പേരിൽ 2 പേർ നീന്തി രക്ഷപ്പെട്ടിരുന്നു. മഞ്ചേരി പയ്യനാട് തോട്ടുപോയിലെ അൽമദീന ക്രഷറിയിൽ ബുധനാഴ്ച വൈകിട്ട് കുളിക്കാനിറങ്ങിയ 3 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇവരിൽ 2 പേർ നീന്തി രക്ഷപ്പെടുകയായിരുന്നു. ഒരാൾ ക്രഷറിയിലെ വെള്ളത്തിൽ മുങ്ങിപ്പോയി. ഇയാളുടെ മൃതദേഹം രാത്രി 11 മണിയോടെ അഗ്നിരക്ഷാസേനയും സ്കൂബ സംഘവും ചേർന്ന് പുറത്തെടുത്തു. ഒഡീഷ സ്വദേശി 21 വയസ്സുള്ള ഡിസ്ക് മണ്ടിക്കാണ് മരിച്ചത്. അപകട വിവരമറിഞ്ഞ് മഞ്ചേരി, മലപ്പുറം, പെരിന്തൽമണ്ണ നിലയങ്ങളിൽ നിന്ന് അഗ്നിരക്ഷാസേനയും സ്കൂബ സംഘവും സംഭവസ്ഥലത്തെത്തി. 45 അടിയോളം താഴ്ചയുള്ള കോറിയിൽ നിന്നും ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് യുവാവിന്റെ മൃതദേഹം പുറത്തെടുത്തത്. ജില്ലയിലെ സ്കൂബ സംഘമാണ് മൃതദേഹം പുറത്തെടുത്തത്. യുവാവിന്റെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മഞ്ചേരി, പെരിന്തൽമണ്ണ, മലപ്പുറം അഗ്നിരക്ഷാ നിലയങ്ങളിലെ ഓഫീസർമാർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സിവിൽ ഡിഫൻസ് അംഗങ്ങളും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. ഇടവേള. മറ്റു വാർത്തകൾ നോക്കാം. ഇടതുപക്ഷത്തിന് ആധിപത്യമുള്ള മണ്ണാർക്കാട് യൂണിവേഴ്സൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ആദ്യമായി MSF കൊടി സ്ഥാപിച്ചുകൊണ്ട് യൂണിറ്റ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. MSF ജില്ലാ പ്രസിഡന്റ് KU ഹംസ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, MSF 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 MSF
സിന്ദാബാദ് എംഎസ്എഫ് സിന്ദാബാദ് പാറുപതാകെ പറക്ക് പതാകെ പാറുപതാകെ പറക്ക് പതാകെ വാനം നീളെ പാറുപതാകെ വാനം നീളെ പാറുപതാകെ എംഎസ്എഫ് പഠിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി വിദ്യാർത്ഥി കൂട്ടായ്മകളിലേക്ക് നമ്മുടെ സൗഹൃദം കലർത്തി നമ്മുടെ പ്രത്യയശാസ്ത്രത്തെ ഉയർത്താൻ കഴിയണമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച കെ.യു. ഹംസ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ ഈ കൊടിയുമായി പിടിച്ചുകൊണ്ട് നിങ്ങൾ ഒരുത്തനെയും ആക്രമിക്കാൻ പോകേണ്ടതില്ല. നിങ്ങൾ ജനാധിപത്യപരമായി MSF ഉയർത്തുന്ന പഠിക്കുക പഠിക്കുക വീണ്ടും പഠിക്കുക എന്ന് പറയുന്ന മുദ്രാവാക്യം വിദ്യാർത്ഥികളുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി അവരുടെ സൗഹൃദങ്ങളിലേക്ക് നമ്മുടെ സൗഹൃദത്തെ കയറ്റിക്കൊണ്ട് ഈ ക്യാമ്പസിൻ്റെ അകത്ത് നിങ്ങൾ അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ, അവരോട് നമ്മുടെ പ്രത്യയശാസ്ത്രത്തെ പറ്റി ഉയർത്തി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പതാക ഈ ക്യാമ്പസിന്റെ മുമ്പിൽ നിരവധി രാഷ്ട്രീയ പാർട്ടികളുടെ പതാക SFIയുടെ ഉണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടികളുടെ പതാകൾക്കിടയിൽ MSFകാരൻ എന്ന നിലക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെ ഉയർത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമ്പസിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഏറ്റുവിളിച്ചു പറയുന്ന ഒരു പതാകയും ഒരു കൊടിയും ഒരു രാഷ്ട്രീയത്തിന്റെ പേരുമുണ്ടെങ്കിൽ അത് MSF എന്നായിരിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ നമ്മൾ ഈ അവസരം ഉപയോഗം. കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് KT ഫെബിൻ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ വർഷമാണ് യൂണിവേഴ്സൽ കോളേജിൽ SFI യൂണിറ്റ് സ്ഥാപിച്ചതെന്നും ഇതുവരെയും രാഷ്ട്രീയമില്ലാതെ ഏകാധിപത്യപരമായാണ് UUCമാരെ തിരഞ്ഞെടുത്തതെന്ന് MSF നിയോജക മണ്ഡലം പ്രസിഡന്റ് TK സഫ്വാൻ ആരോപിച്ചു. എങ്കിൽ യൂണിവേഴ്സിറ്റിക്കകത്ത് പോകുമ്പോൾ UUCമാർ രണ്ടാളുണ്ടാകും. ആ UUCമാർക്കൊക്കെ EK നായനാർ മന്ദിരത്തിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമുള്ള വോട്ട് ചെയ്യാനേ അവരുടെയൊക്കെ കൈകൾ പോകൂ എന്നുള്ളതും ഏറ്റവും വസ്തുതാപരമായ കാര്യമാണ്. ഞങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവരൊക്കെ ഈ ക്യാമ്പസിനകത്ത് ഏകാധിപത്യപരമായി UUCമാരുണ്ടാക്കുന്ന സാഹചര്യമായിരുന്നു ക്യാമ്പസിലെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അവരേത് വഴിയിലൂടെയാണോ ഏറ്റവും ലളിതമായി ഏറ്റവും പതുങ്ങി അവർ പോയിരുന്നത്, അതിനേക്കാൾ പതുങ്ങി അവരേത് സ്പെഷ്യൽ ഡെമോക്രസിയെക്കുറിച്ചാണോ ക്യാമ്പസിനകത്ത് സംസാരിച്ചത്, അതിനേക്കാൾ മനോഹരമായി ഒരു സ്പെഷ്യൽ ഡെമോക്രസിയെക്കുറിച്ച് കഴിഞ്ഞ വർഷം ഞങ്ങൾ സംസാരിച്ചു. ആയതിൻ്റെ ഭാഗമായി തന്നെ 2 UUC ഈ ക്യാമ്പസിൽ നിന്ന് ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നവരെ ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളത് ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ വിശദീകരിച്ചൊരു കാര്യമാണ്. എങ്കിൽ ആ തെരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങളുടെ UUCമാരെ അല്ലെങ്കിൽ ഞങ്ങളോട് അല്ലെങ്കിൽ ഈ ഒരു UDSF ചിന്താഗതിയോട് സാമീപ്യമുള്ള അല്ലെങ്കിൽ ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് അവരെ വോട്ട് ചെയ്യാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിലേക്ക് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ പോലും ഈ EK നായനാർ മന്ദിരത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവർ വരെ അവരെ വിളിച്ച് പിന്തിരിപ്പിക്കാൻ നോക്കി എന്ന ഒരു ഖേദകരമായ കാര്യം കൂടി ഞങ്ങൾ ഈ സാഹചര്യത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി മുഹസിൻ ചങ്ങലേരി, ഹഷീർ, ഫെമിൻ എന്നിവർ പ്രസംഗിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിട പറഞ്ഞിട്ട് 1 വർഷം പിന്നിടുകയാണ്. ജനനായകന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ച കോൺഗ്രസ് പ്രവർത്തകർ വിവിധ കേന്ദ്രങ്ങളിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ചിട്ട് ഇന്ന് 1 വർഷം. ജനനായകന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. വല്ലപ്പുഴ കുറുവട്ടൂർ ഇന്ദിരാഭവൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ പഞ്ചായത്ത് അംഗം ബിന്ദു സന്തോഷ്, ഹുസൈൻ കോമഞ്ചേരി, MT മുഹമ്മദ്, AV മുഹമ്മദ്, K അബ്ദുറഹ്മാൻ, VP ഉണ്ണീൻകുട്ടി, മുഹമ്മദ് കുട്ടി കൊടിക്കുന്നത്ത്, താഹിർ കളത്തിൽ, മുനീർ ആലിക്കൽ, ജാഫർ വാളക്കോട്ടിൽ, നൌഫൽ വട്ടപ്പറമ്പിൽ, ബഷീർ ആലിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും കാരുണ്യ കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങനഴി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടം, P ഗിരീശൻ, ഓമന ഉണ്ണി, K രാമകൃഷ്ണൻ, ഭാസ്കരൻ കൊമ്പത്ത്, VK രാധാകൃഷ്ണൻ, വിനോജ് രാമൻ, മണികണ്ഠൻ പാലാങ്കുഴി എന്നിവർ സംസാരിച്ചു. നെല്ലായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KMK ബാബു, നേതാക്കളായ P രാജീവ്, മൂസ പേങ്ങാട്രി, NP രാമകൃഷ്ണൻ, മൻസൂർ ഇമ്പാനു, രാജേഷ്, ഹംസ മേലാടയിൽ, ഹനീഫ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വല്ലപ്പുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടത്തി. DCC ജനറൽ സെക്രട്ടറി TY ശിഹാബുദ്ദീൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സയ്യിദ് കോടനാട് അധ്യക്ഷനായി. നേതാക്കളായ അഡ്വക്കേറ്റ് രാമദാസ്, നാസർ ചൂരക്കോട്, ദാവൂദ് കളത്തിൽ, K അബ്ദു ഹാജി, ഹക്കീം ചൂരക്കോട്, മൻസൂർ ചൂരക്കോട്, റഫീഖ് വല്ലപ്പുഴ എന്നിവർ സംസാരിച്ചു. അവിടെയാണ് ഉമ്മൻചാണ്ടിയുമായ ഒരു താരതമ്യത്തിന് കേരളത്തിലെ ജനങ്ങൾ തയ്യാറായ ഈ പിണറായി വിജയനെ ഇനി അധികാരത്തിന്റെ 4 അയലത്ത് അടുപ്പിക്കില്ല എന്ന് പറയും. ആ സമരത്തോടൊക്കെയും അസഹിഷ്ണുതയോടെ കാണിച്ച അക്രമത്തോടെ നേരിട്ട ആ അക്രമത്തെ
പിന്തുണക്കാനും പുകഴ്ത്താനും അത് തുടരണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്ത പിണറായി വിജയനെ കാണുമ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ മഹത്വം നാൾ വർദ്ധിച്ചു വരുന്നത്. മണ്ണാർക്കാട് കുമരംപുത്തൂർ പഞ്ചായത്തിലെ പുന്നപ്പാടം അങ്കണവാടിക്ക് സ്വന്തം കെട്ടിടമെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. 17 ലക്ഷം രൂപ ചെലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച കെട്ടിടം നാടിന് സമർപ്പിച്ചു. വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അങ്കണവാടിക്ക് നാട്ടുകാരനായ പോത്തൻ സലീം സൗജന്യമായി 3 സെന്റ് സ്ഥലം നൽകിയതോടെയാണ് പുതിയ കെട്ടിടത്തിന് വഴി തെളിഞ്ഞത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോഡൻ തന്റെ ഡിവിഷനിലേക്ക് ആസൂത്രണ പദ്ധതിയിൽ നിന്ന് ലഭിച്ച വിഹിതമായ 17 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് അങ്കണവാടി കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത്. ഉത്സവ പ്രതീതിയോടെയാണ് നാട്ടുകാർ ഉദ്ഘാടനം നടത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത ഉദ്ഘാടനം ചെയ്തു. അങ്കണവാടിയുടെ പ്രവർത്തനം നാടിന്റെ പുരോഗതിക്ക് ഉതകുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോഡൻ പറഞ്ഞു. ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് ഈ കുമരംപുത്തൂർ പഞ്ചായത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനും അത് പ്രാവർത്തികമാക്കാനും നമുക്ക് സാധിക്കും. ഇടപെട്ട് എത്രയും പെട്ടെന്ന് ആക്കിക്കൊടുക്കണം കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഏതാണെങ്കിലും ഇത്തരത്തിലുള്ള ഇനിയും നല്ല പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റസീന വറോഡൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KP ബുഷറ, മുസ്തഫ വറോഡൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ PM നൌഫൽ തങ്ങൾ, സഹദ് അരിയൂർ, ഇന്ദിര മടത്തുപുള്ളി, പഞ്ചായത്ത് അംഗം KK ലക്ഷ്മിക്കുട്ടി, CDPO നസീമ എന്നിവർ പ്രസംഗിച്ചു. 31ാമത് SSF പെരിന്തൽമണ്ണ ഡിവിഷൻ സാഹിത്യോത്സവ് ജൂലൈ 20-21 തീയതികളിൽ പട്ടിക്കാട് പറമ്പൂരിൽ നടക്കും. ഡിവിഷൻ പരിധിയിലെ വിവിധ ക്യാമ്പസുകളിൽ നിന്നും 10 സെക്ടറുകളിൽ നിന്നുമായി 1000-ലധികം മത്സരാർത്ഥികൾ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ പെരിന്തൽമണ്ണയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു ദേശം ജയിച്ച കാലങ്ങൾ എന്ന ശീർഷകത്തിലാണ് പട്ടിക്കാട് പറമ്പൂരിൽ പെരിന്തൽമണ്ണ ഡിവിഷൻ SSF സാഹിത്യോത്സവം നടക്കുന്നത്. 8 വിഭാഗങ്ങളിലായി 150 ഇന മത്സരങ്ങൾ നടക്കും. ഡിവിഷൻ പരിധിയിലെ വിവിധ ക്യാമ്പസുകളിൽ നിന്നും 10 സെക്ടറുകളിൽ നിന്നുമായി 1000-ൽ പരം വിദ്യാർത്ഥികൾ മത്സരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 10 വേദികളിലായി മത്സരം ക്രമീകരിക്കും. രാഷ്ട്രീയം എന്ന വിഷയത്തിലും ആനുകാലിക വിഷയങ്ങളെ ബന്ധപ്പെടുത്തിയുള്ള ചർച്ചകൾക്കും സംവാദങ്ങൾക്കും സാഹിത്യോത്സവ നഗരി വേദിയാകും. രാഷ്ട്രീയത്തിന്റെ വളരെ ഒരു ഘടകം മാത്രമാണ് ഇലക്ഷൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ ഏതൊക്കെ രീതിയിൽ ഭാഗമാക്കാൻ വേണ്ടി പറ്റുമോ അതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ വിദ്യാർത്ഥികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പുതിയ കാലത്ത് അരാഷ്ട്രീയ വിദ്യാർത്ഥി കൂട്ടായ്മകൾ നിരന്തരം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അഥവാ സെൽഫിഷായിട്ട് അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിൽ മാത്രം ഞാൻ ഒതുങ്ങി കൂടുന്നു എന്നുള്ള ഒരു കാലത്താണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ അങ്ങനെയല്ല, തൻ്റെ അയൽവാസിയെ, തൻ്റെ സഹപാഠിയെ, തൻ്റെ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കൃത്യമായിട്ട് ബോധമുള്ളവരാകണം. ഇതാണ് SSF മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയങ്ങൾ. സാഹിത്യോത്സവ നഗരി സന്ദർശിക്കുന്നവർക്ക് പുതിയ അനുഭവം പകരാൻ പുസ്തകപ്പുരയും കരിയർ കൗൺസിലിംഗ് സെന്ററും ഒരുക്കും. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് സ്വാഗത സംഘം ചെയർമാൻ അബ്ദുറഹ്മാൻ സക്കാഫി പതാക ഉയർത്തും. SSF പെരിന്തൽമണ്ണ ഡിവിഷൻ പ്രസിഡന്റ് അൻവർ ഫാളി അധ്യക്ഷത വഹിക്കും. ഡോക്ടർ സരിൻ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത വിദ്യാഭ്യാസ പ്രവർത്തകനും ഹെലൻ കെല്ലർ അവാർഡ് ജേതാവുമായ ലക്ഷദ്വീപിലെ ഡോക്ടർ ഉമ്മർ ഫാറൂഖ് മുഖ്യാതിഥിയായിരിക്കും. SSF മുൻ സംസ്ഥാന പ്രസിഡന്റ് ജലീൽ സക്കാഫി കടലുണ്ടി സന്ദേശ പ്രഭാഷണം നടത്തും. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സംഗമം സമസ്ത മുഷവറ അംഗം അലവി സക്കാഫി കൊളത്തൂർ ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ SSF പെരിന്തൽമണ്ണ ഡിവിഷൻ പ്രസിഡന്റ് അൻവർ ഫാളി മേലാറ്റൂർ, ജനറൽ സെക്രട്ടറി അനസ് പൂത്തനങ്ങാടി, സാഹിത്യോത്സവ കോർഡിനേറ്റർ സാബിത്ത് സക്കാഫി പൂന്താവനം എന്നിവർ പങ്കെടുത്തു. മഴ കനത്തതോടെ വെട്ടത്തൂർ പൂങ്കാവനം ഡാമിൽ രൂപപ്പെട്ട വെള്ളച്ചാട്ടം മനോഹര കാഴ്ചയാകുന്നു. പെരിന്തൽമണ്ണ അലനല്ലൂർ റോഡിനോട് ചേർന്നാണ് മനം കവരും ഈ കാഴ്ച. എന്നാൽ ഫോട്ടോ എടുക്കാനും കാഴ്ച കാണാനും പാറയുടെ മുകളിലേക്ക് കയറുന്നവർ സൂക്ഷിക്കണം. തെന്നി വീഴാൻ സാധ്യത ഏറെയാണ്. മലപ്പുറം ജില്ലയിലെ ഏക ഡാം അത് വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പൂങ്കാവനം ഡാമാണ്. ഉപയോഗശൂന്യമായ ഡാം ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കാനുള്ള ശ്രമത്തിലാണ് ഗ്രാമപഞ്ചായത്തും നാട്ടുകാരും. ചെറിയ രീതിയിലെങ്കിലും ഡാം പരിസരം സുന്ദരമാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. തോരാതെ പെയ്ത മഴയിൽ ഡാം പരിസരത്ത് രൂപപ്പെട്ട വെള്ളച്ചാട്ടം അതിമനോഹരമാണ്. പച്ചപ്പും അതിനിടയിലെ പാറക്കെട്ടിലൂടെ ഒഴുകി താഴേക്ക് പതിച്ച് പെരിന്തൽമണ്ണ അലനല്ലൂർ റോഡരികിൽ തളം കെട്ടി നിൽക്കുന്ന വെള്ളവും നവ്യാനുഭവമാണ്. സെൽഫി എടുക്കാനും ദൃശ്യങ്ങൾ പകർത്താനും നിരവധി യാത്രക്കാരാണ് ഇവിടെ ഇറങ്ങാറ്. ഫോട്ടോ എടുക്കാനും കാഴ്ച കാണാനും പാറയുടെ മുകളിലേക്ക് കയറുന്നവർ സൂക്ഷിക്കണം. തെന്നി വീഴാൻ എല്ലാ സാധ്യതയും ഉണ്ട്.
വെട്ടത്തൂർ അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ നെൽകൃഷിക്ക് ജലസേചനമായിരുന്നു ഡാമിന്റെ നിർമ്മാണ ലക്ഷ്യമെങ്കിലും നിർമ്മാണ പാകപ്പിഴവ് കാരണം ചോർച്ചയുണ്ടായതിനാൽ ഉദ്ദേശം നടന്നില്ല. പിന്നീടുള്ള 5.5 പതിറ്റാണ്ട് ഡാം ആർക്കും വേണ്ടാതെയായി. 1968 സംസ്ഥാന ജലവിഭവ വകുപ്പിന്റെ 25 ഏക്കർ ഭൂമിയിൽ 7.62 ലക്ഷം രൂപ ചെലവിൽ റിസർവോയർ നിർമ്മിച്ചത്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം സ്നേഹസ്പർശം പാലിയേറ്റീവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റിന്റെയും എയർലി ക്യാൻസർ ഡിറ്റക്ഷൻ സെന്ററിന്റെയും സഹകരണത്തോടെയാണ് ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിന് മുന്നോടിയായി എല്ലാ വാർഡുകളിലും ബോധവൽക്കരണ ക്ലാസ് നടത്തിയിരുന്നു. 70 പേർ ക്യാമ്പിൽ പങ്കെടുത്തു. പരിശോധനയിൽ പങ്കെടുത്തുകൊണ്ട് മുൻകൂട്ടി നമ്മുടെ ലക്ഷണങ്ങൾ അറിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചികിത്സ മുൻകൂട്ടി തന്നെ ആരംഭിക്കേണ്ടതുണ്ട്. നമ്മുടെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ 91 പേരാണ് ഇപ്പോൾ നിലവിൽ ക്യാൻസർ ചികിത്സ നടത്തിക്കൊണ്ട് വരുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം സുമതി, സി ഹരിദാസൻ, മെമ്പർമാരായ എം കെ ദ്വാരകാനാഥൻ, കെലിനി, ജയശ്രീ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ യഹിയ ബാബു, പ്രോഗ്രാം കോർഡിനേറ്റർ വി സി ധാര, കമ്മ്യൂണിറ്റി നഴ്സ് എ പി ജയന്തി എന്നിവർ സംസാരിച്ചു. ഒരു ചെറിയ ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വെട്ടത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാർ കൊക്കേഡാമ പായൽ പന്തുകളുടെ നിർമ്മാണം വിജയകരമായി പരീക്ഷിച്ചു. ജപ്പാനിലെ പരമ്പരാഗത ഉദ്യാന കലാരൂപമാണ് കൊക്കേഡാമ പായൽ പന്തുകൾ. മണ്ണ്, കമ്പോസ്റ്റ്, ചകിരിച്ചോർ എന്നിവ തുല്യ അളവിൽ ചേർത്ത് തയ്യാറാക്കുന്ന മിശ്രിതം പന്ത് പോലെ ഉരുട്ടിയെടുത്ത് വേരോടുകൂടിയ ചെടികൾ അതിൽ ഇറക്കി വെച്ച് കോട്ടൺ തുണികൾ കൊണ്ട് കെട്ടി പുറമെ പായൽ കൊണ്ട് പൊതിഞ്ഞെടുത്താണ് കൊക്കേഡാമ തയ്യാറാക്കുന്നത്. വിദ്യാലയങ്ങളിലും വീടുകളിലും മനോഹരമായ ഉദ്യാനങ്ങൾ നിർമ്മിക്കാനും ഉദ്യാനങ്ങളിലെ പ്ലാസ്റ്റിക് ചെടികൾ ഒഴിവാക്കി പരിസ്ഥിതിയെ സംരക്ഷിക്കാനും കൊക്കേഡാമ പായൽ പന്തുകൾ കൊണ്ടാവുന്നു. കൊക്കേഡാമ നിർമ്മാണം PTA വൈസ് പ്രസിഡന്റ് പി ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാഫ് സെക്രട്ടറി വി അബ്ദുൽ ലത്തീഫ്, സുരേഷ് ബാബു കാരക്കുന്നുമൽ, NSS പ്രോഗ്രാം ഓഫീസർ ഒ മുഹമ്മദ് അൻവർ, ആതിര ജോസ് എന്നിവർ പങ്കെടുത്തു. NSS ലീഡർമാരായ മുഹമ്മദ് അനസ്, നിഷിൽ ഷാജി, ഫാത്തിമത്ത് ഷർമിനാസ്, മുഹമ്മദ് അസ്ലം എന്നിവരാണ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. വിദ്യാലയത്തിൽ പരിസ്ഥിതി സൗഹൃദ ഉദ്യാനങ്ങൾ ഒരുക്കുക, വിദ്യാർത്ഥികളിൽ പ്രകൃതി സ്നേഹം വളർത്തിയെടുക്കുക എന്നതാണ് ലക്ഷ്യമാക്കുന്നത്. നില ഏഴുവന്തല ഈസ്റ്റ് AMLP സ്കൂളിൽ വായനാ മാസാചരണ സമാപനവും രചനാ ശില്പശാലയും സംഘടിപ്പിച്ചു. അധ്യാപകനും കവിയുമായ വിപിൻ KC പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മളെ പെട്ടപ്പന് വരാതിരിപ്പിച്ചാൽ തവര് വേണ്ടി. അപ്പൊ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പിന്നെ അങ്ങനെ പിന്നെയും പഠിച്ച് ജോലിയൊക്കെ കിട്ടി, അങ്ങനെ ഒരു ലോണൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ വേറൊരു സൈക്കിൾ വാങ്ങി. അതപ്പോ ഞാൻ പറഞ്ഞു തരുന്നത് എന്തിനാ സൈക്കിളിനെ പറ്റി പറഞ്ഞു എനിക്കിപ്പോ മനസ്സിലാവില്ല. സർഗം വിദ്യാരംഗം കലാസാഹിത്യവേദി, അക്ഷരം വായന ക്ലബ്ബ് എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു. PTA എക്സിക്യൂട്ടീവ് അംഗം NK കൃഷ്ണപ്രസാദ് അധ്യക്ഷനായി. പ്രധാനാധ്യാപിക ബേബി സജി VK, MPTA പ്രസിഡന്റ് ജയഭാരതി V, MPTA വൈസ് പ്രസിഡന്റ് രാജലക്ഷ്മി AP, സ്റ്റാഫ് സെക്രട്ടറി നഫീസത്തുൽ മിസ്രിയ എന്നിവർ സംസാരിച്ചു. രചന ശില്പശാലയിൽ കുട്ടികൾ തയ്യാറാക്കിയ പതിപ്പായ സ്കൂൾ മുട്ടായി പ്രകാശനം ചെയ്തു. അലനല്ലൂരിൽ ദിശ സാംസ്കാരിക കേന്ദ്രത്തിന് തുടക്കം കുറിച്ചു. പ്രസിഡന്റായി K ഫിറോസിനെയും വൈസ് പ്രസിഡന്റുമാരായി മൻസൂറിനെയും PP സുരേഷ് കുമാറിനെയും തിരഞ്ഞെടുത്തു. P അബ്ദുൽ കരീമാണ് സെക്രട്ടറി. P നജീബ്, KP ഹരിദാസൻ എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരാണ്. ഷെരീഫ് പാക്കത്താണ് ട്രഷറർ. അലനല്ലൂർ ടൗൺ കേന്ദ്രീകരിച്ച് കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയാണ് ലക്ഷ്യം. ഒറ്റപ്പാലം ചോറോട്ടൂർ വേങ്ങശ്ശേരി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ രാമായണ മാസത്തോടനുബന്ധിച്ച് രാമായണ പാരായണത്തിന് തുടക്കമായി. ശ്രീകൃഷ്ണ ഭജന സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് രാമായണ പാരായണം നടക്കുന്നത്. വിശേഷാൽ പൂജകളും ക്ഷേത്രത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലപ്പുറം ജില്ലയിലെ മലമ്പനി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ കലക്ടർ BR വിനോദ്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ നിർദ്ദേശം നൽകിയതായും ജില്ലാ കലക്ടർ. മഴക്കെടുതി പട്ടാമ്പി മണ്ഡലത്തിൽ MLAയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. പാതയോരങ്ങളിൽ അപകട ഭീഷണിയുള്ള മരങ്ങൾ അടിയന്തരമായി മുറിച്ചുമാറ്റാൻ തീരുമാനം. മഴ തുടർന്നാൽ കുലുക്കല്ലൂരിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കേണ്ടി വരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്.
ഒറ്റപ്പാലത്ത് 3 വീടുകളിൽ വെള്ളം കയറി. മഴയിൽ മണ്ണാർക്കാട് മേഖലയിൽ 4ഇടത്ത് വാഹനാപകടം. നട്ടമലയിൽ ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ആര്യമ്പാവിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. ചെർപ്പളശ്ശേരിയിൽ ഗതാഗതക്കുരുക്ക് വർദ്ധിക്കുമ്പോഴും അനധികൃത പാർക്കിംഗ് തടയാൻ നടപടിയില്ല. റോഡേത് പാർക്കിംഗ് ഏത് എന്നറിയാത്ത അവസ്ഥയിൽ നഗരം. നോ പാർക്കിംഗ് ബോർഡുകൾ നോക്കുകുത്തി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ച കോൺഗ്രസ് പ്രവർത്തകർ. 1ാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ പരിപാടികളും കാരുണ്യ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.